ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വേനൽക്കാലത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫിഷുമായി റിലേറ്റഡ് ആയിട്ട് ഫുഡിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വാട്ടറിന്റെ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതേപോലെ തന്നെ ഫിഷുമായി റിലേറ്റഡ് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരള ഫിഷ് ലവേഴ്സിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ പറയാനുള്ളത് വെള്ളത്തിന്റെ കാര്യമാണ്. വെള്ളം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം 26 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ട് 40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കേരളത്തിലെ ഒരു ടെമ്പറേച്ചർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഏകദേശം ഫിഷുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 26 തൊട്ടിട്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആ റേഞ്ചിലാണ് ഫിഷുകൾ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടെമ്പറേച്ചർ. ഈ ഒരു ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫിഷുകൾ ചത്തുപോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതേപോലെ തന്നെ ഈ ഒരു ടെമ്പറേച്ചർ അധികമായി കഴിഞ്ഞാൽ ഏകദേശം 27 മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ ഈ ഒരു വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതിനുള്ള അളവ് വളരെയധികം കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും എയറേറ്ററൊക്കെ ഉള്ളവരാണെങ്കിൽ എയറേറ്റർ ഉപയോഗിക്കുക. ഇനി എയറേറ്റർ ഇല്ലാത്തവരാണെങ്കിൽ വെള്ളം ഇടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അക്വേറിയത്തിൽ വളർത്തുന്നവരാണെങ്കിൽ നിങ്ങൾ അക്വേറിയം ടോപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത്തരം ടോപ്പുകളൊക്കെ റിമൂവ് ചെയ്ത് വെക്കുക. കാരണം കുറഞ്ഞ അളവിൽ മീനെ വളർത്തുന്നവർ അല്ലെങ്കിൽ കുറഞ്ഞ വെള്ളത്തിൽ മീൻ വളർത്തുന്നവർ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ടെമ്പറേച്ചർ കൂടാനും അതിലുള്ള ഫിഷുകളൊക്കെ ചത്തുപോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി പുറത്ത് പോണ്ടിൽ വളർത്തുന്നവരാണെങ്കിൽ ഒരു ഷെയ്ഡ് നെറ്റുകളൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ ആൽഗ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതേപോലെ തന്നെ ഈ ഒരു അക്വേറിയങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് അക്വേറിയങ്ങൾ ലൈറ്റുകൾ മാക്സിമം നിങ്ങൾ ഓഫ് ആക്കിയിടുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈറ്റുകൾ ഉപയോഗിക്കുക. അല്ലാത്ത സമയങ്ങളിലൊക്കെ ലൈറ്റുകൾ ഓഫ് ആക്കിയിടുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു ലൈറ്റ് കാരണം ഈ ഒരു അക്വേറിയത്തിലുള്ള വെള്ളത്തിനുള്ള ടെമ്പറേച്ചർ ഉയരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു അക്വേറിയങ്ങളിൽ ടെമ്പറേച്ചർ കൂടുതലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ചെറിയ കൂളിംഗ് ഫാനുകളൊക്കെ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്വേറിയത്തിൽ വെക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ കൂളിംഗ് ഫാനുകളൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി വലിയൊരു കൂളിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില്ലേഴ്സ് ആണ്. പക്ഷെ ചില്ലേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് എമൗണ്ട് നമ്മൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ഒരു കുറഞ്ഞ ഏകദേശം 2-3 മാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ അതിലേക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്തു കൊടുക്കുക. വലിയൊരു എമൗണ്ട് ഒന്നും മുടക്കി ചില്ലേഴ്സ് ഒന്നും വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ സ്ഥിരമായിട്ട് നല്ല ടെമ്പറേച്ചറൊക്കെ ഉണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ അത്തരത്തിലുള്ള ചില്ലേഴ്സൊക്കെ വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാത്തവരാണെങ്കിൽ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ തന്നെ ഈ ഒരു വെള്ളം സ്ഥിരമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. വെള്ളത്തിന്റെ ക്ഷാമം കാരണം ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ലൈഫ് ഫുഡ്സ് തന്നെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ജീവനുള്ള ഏതെങ്കിലും മൊയിനയോ ആർട്ടീമിയോ പോലുള്ള ജീവനുള്ള ഫീഡ് തന്നെ ഇടാൻ ശ്രമിക്കുക. കാരണം പെല്ലറ്റ് ഫുഡുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളത്തിൽ വരികയും പെട്ടെന്ന് തന്നെ ഈ ഒരു വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് കേടുവന്ന് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജീവനുള്ള ഫീഡ് തന്നെ നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കുറഞ്ഞ അളവിൽ യാതൊരു കാരണവശാലും ഓവറായിട്ട് ഫിഷുകളെ സ്റ്റോർ ചെയ്ത് വെക്കരുത് എന്നുള്ളതാണ്. അത്തരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാട്ടറിൽ വരുന്ന ഓക്സിജന്റെ അളവ് കുറയുകയും അതേപോലെ തന്നെ ഫിഷുകൾ ചത്തുപോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് കോഴിക്കാർപ്പ്, ഗോൾഡ് ഫിഷ് പോലുള്ള ഫിഷുകളൊക്കെ എപ്പോഴും നന്നായിട്ട് എയറേഷനും അതേപോലെ തന്നെ നന്നായിട്ട് സ്പേസും കൊടുക്കാൻ ശ്രമിക്കുക. കാരണം വലിയ വായ്വട്ടം വരുന്ന ഫിഷുകൾക്ക് കൂടുതലായിട്ട് ഓക്സിജൻ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫിഷുകൾക്ക് എപ്പോഴും നന്നായിട്ട് എയറേഷൻ കൊടുക്കണം. ഇല്ലെങ്കിൽ ഇവ കുറഞ്ഞ അളവിലൊക്കെ ഒരുപാട് ഫിഷുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചത്തുപോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ ഒരു സമയങ്ങളിൽ കൂടുതലായിട്ട് ഫിഷുകളൊക്കെ ചത്തു പോകുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും കുഴൽക്കിണറിലെ വാട്ടറൊക്കെയാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ എല്ലാം ഹാർഡ്നെസ് ഒക്കെ ചെക്ക് ചെയ്യുക, pH ചെക്ക് ചെയ്യുക. കാരണം ഇവയിൽ വരുന്ന വേരിയേഷൻസ് അതേപോലെ തന്നെ വാട്ടറിൽ വരുന്ന ക്വാളിറ്റിക്കുള്ള മാറ്റം, ടെമ്പറേച്ചർ ഇവയൊക്കെ കാരണമാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഫിഷുകൾ ചത്തുപോകാനുള്ള ചാൻസ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. ഈ ഒരു വേനൽക്കാല സമയത്താണ് ഏറ്റവും കൂടുതൽ ഫിഷുകൾക്ക് അസുഖങ്ങൾ കുറവ് കാണാറ്. കാരണം ഈ ഒരു ടെമ്പറേച്ചറൊക്കെ അത്യാവശ്യം നല്ല ടോപ്പിൽ വരുന്ന സമയത്ത് തന്നെ ഈ ഒരു വെള്ളത്തിലൊക്കെ വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള പ്രോട്ടോസോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് വളരെ കുറഞ്ഞ അസുഖങ്ങളുടെ എണ്ണം വളരെയധികം കുറവായിരിക്കും ഫിഷുകളിൽ. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന ഫിഷുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഫിഷുമായി റിലേറ്റഡ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഈ ഒരു പാമ്പ്, തവള, കൊക്ക്, പൊന്മാൻ ഇത്തരത്തിലുള്ള ജീവികളൊക്കെ ഈ ഒരു സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു ഫിഷ് ടാങ്കിന്റെ അടുത്തായിരിക്കും കാണുക.
അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ഫ്രിഡ്ജ് ബോക്സിലൊക്കെ വളർത്തുന്നവരാണെങ്കിൽ അതിൻ്റെയൊക്കെ സ്പേസിലൊക്കെ ഈ ഒരു പാമ്പുകളൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ ഈ ഒരു തവളകളോ അല്ലെങ്കിൽ കൊക്കൊന്നും മീനിനെ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും നെറ്റുകളൊക്കെ യൂസ് ചെയ്ത് എപ്പോഴും ടാങ്കുകളെ കവർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക.